നമസ്കാരം, മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. ഏലിയൻസ് അതായത് അന്യഗ്രഹ ജീവികൾ ഇപ്പോഴും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വളരെ ഇപ്പോഴും നമ്മുടെ ശാസ്ത്രലോകം തേടിക്കൊണ്ടിരിക്കുന്ന ഒരു ഉത്തരമാണ്. അതിനിപ്പോഴും ഒരു കൃത്യമായ ഉത്തരം കിട്ടിയിട്ടില്ല. പല ഭാഗത്തു നിന്നും അത്തരത്തിൽ ഏലിയൻ ഉണ്ട്, അല്ലെങ്കിൽ അന്യഗ്രഹ ജീവികൾ നമ്മുടെ ഭൂമിയിലേക്ക് വരുന്നുണ്ട്, ബഹിരാകാശത്തുണ്ട് തുടങ്ങിയിട്ടുള്ള പല കിംവദന്തികളും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ശക്തമായൊരു തെളിവ് ഇതുവരെയും ഈ ഒരു കാര്യത്തിൽ നമുക്ക് അതിനെ സ്ഥിരതപ്പെടുത്തുന്ന രീതിയിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് പല പഠനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. നാസ അടക്കമുള്ള പല ശാസ്ത്രജ്ഞരും അതിനുവേണ്ടിയുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ തെളിയിക്കുവാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളെല്ലാം തന്നെ നടത്തുന്നുണ്ട്. ഭൂമിയിൽ ജീവനെ അടയാളപ്പെടുത്തുന്ന നിറമാണ് പച്ച. ഭൂമിയിലെ പ്രാഥമിക ഭക്ഷണ ഉൽപാദകരായ സസ്യങ്ങളുടെ നിറമാണത്. സൗരയൂഥത്തിലെ മറ്റു ഗ്രഹങ്ങളിൽ നിന്ന് ഭൂമിയെ വ്യത്യസ്തയാക്കുന്നത് ഈ നിറഞ്ഞ പച്ചപ്പ് തന്നെ. എന്നാൽ അന്യഗ്രഹ ജീവൻ അന്വേഷിക്കുമ്പോൾ പച്ചയല്ല, പർപ്പിൾ നിറമാണ് നോക്കേണ്ടതെന്ന് പറയുകയാണ് കോർണൽ സർവകലാശാലയിലെ ഗവേഷകർ. കാരണം സൂര്യപ്രകാശം പോലെ പ്രകാശം വലിയ തോതിൽ ലഭിക്കാത്ത ഗ്രഹങ്ങളിലാകാം ചിലപ്പോൾ ജീവൻ ഉണ്ടാകുക. ഇത്തരം സാഹചര്യങ്ങളിലും പർപ്പിൾ ബാക്ടീരിയയ്ക്ക് കഴിയും. കാരണം ചെടികളിൽ നിന്നും വിഭിന്നമായി പർപ്പിൾ ബാക്ടീരിയ ഉപയോഗിക്കുന്നത് ഇൻഫ്രാറെഡ് വികിരണമാണ്. അതിനാൽ തന്നെ ഇത്തരം ഗ്രഹങ്ങളിൽ പർപ്പിൾ ബാക്ടീരിയയുടെ സാമ്യമുള്ള ജീവവർഗങ്ങളാകും ഉണ്ടാവുക. അതിനാൽ അന്യഗ്രഹ ജീവനെ കണ്ടെത്താൻ പർപ്പിൾ നിറം തപ്പണമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. അന്യഗ്രഹ ജീവികൾ അല്ലെങ്കിൽ ഏലിയൻസ് യാഥാർത്ഥ്യമാണെങ്കിൽ അവ പല വിധത്തിൽ ഉണ്ടാകാമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. സൂക്ഷ്മകോശ ജീവികൾ ഉണ്ടാകാം. ഇവയെ കണ്ടെത്താൻ നാസ പരിശോധനകൾ നടത്തുന്നുണ്ട്. ഇനി നമ്മളെപ്പോലെ അല്ലെങ്കിൽ നമ്മളെക്കാൾ ബുദ്ധിയുള്ള ജീവികൾ ഉണ്ടാകാം. ഇവരെ കണ്ടെത്തുന്നതിനായി സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇന്റലിജൻസ് അതായത് സേറ്റി എന്ന സ്ഥാപനം ഗവേഷണം നടത്തുന്നുണ്ട്. മനുഷ്യരോട് കട്ടയ്ക്ക് നിൽക്കുന്ന ബുദ്ധിജീവികളായ ഏലിയൻ വിഭാഗത്തോടാണ് ശാസ്ത്രജ്ഞർക്ക് ഏറ്റവും താല്പര്യം. പുഴുങ്ങിയ കോഴിമുട്ട പോലുള്ള തലയും ഉണ്ട കണ്ണുകളും അല്ലെങ്കിൽ കൊമ്പും കോമ്പലും ഇരുമ്പ് ചെതലുകളുമായുള്ള ഒറ്റനോട്ടത്തിൽ ഭയം ജനിപ്പിക്കുന്ന ക്രൂരമായ ലുക്ക്, അതുമല്ലെങ്കിൽ നല്ല തത്തപ്പച്ച കളറുള്ള ടീമുകൾ. അന്യഗ്രഹ ജീവികൾ അഥവാ ഏലിയൻസ് ഇങ്ങനെയൊക്കെയാണെന്നാണ് സിനിമകൾ നമ്മെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ ശരിക്കും ഇങ്ങനെയാണോ? അന്യഗ്രഹ ജീവികളെ ആരും കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ സ്ഥിരീകരിച്ച തെളിവുകളുമില്ല. പക്ഷേ ഈ മേഖലയിൽ ഗവേഷണം നടത്തുന്ന ശാസ്ത്രജ്ഞരുണ്ട്. അവർ അന്യഗ്രഹ ജീവികൾ എങ്ങനെയായിരിക്കും എന്നതിനെ പറ്റി ചെറിയ ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവരിൽ പലർക്കും പല അഭിപ്രായമാണ്. ഭൂമിക്ക് പുറത്തെ ജീവനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്ര ഭാഗമാണ് ആസ്ട്രോബയോളജി. പ്രശസ്ത ആസ്ട്രോബയോളജിസ്റ്റ് ചാൾസ് കോക്കലിന്റെ അഭിപ്രായത്തിൽ അന്യഗ്രഹ ജീവികൾക്ക് മനുഷ്യരുമായി സാമ്യമുണ്ടാകാം. പ്രപഞ്ചത്തിൽ എവിടെയും ഭൗതിക ശാസ്ത്ര നിയമങ്ങൾ ഒന്നാണെന്നും അദ്ദേഹം പറയുന്നു. അതിനാൽ ഭൂമിയിലേതുമായി സാമ്യമുള്ളതാകും എത്രേ പുറത്തുള്ള ഗ്രഹങ്ങളിലെ ജീവൻ. ഓക്സ്ഫോർഡ് സർവകലാശാല ഗവേഷകൻ സാം ലെവിനും ഈ അഭിപ്രായമാണ്. അമേരിക്കൻ ശാസ്ത്രജ്ഞനും ദി ഫ്യൂച്ചർ ഓഫ് ഹ്യൂമാനിറ്റി എന്ന പുസ്തകത്തിന്റെ രചയിതാവുമായ മിഷിയോ കാക്കുവിന്റെ അഭിപ്രായത്തിൽ അന്യഗ്രഹ ജീവികൾക്ക് മനുഷ്യരെ പോലെ തന്നെ അപഗ്രഥന ശേഷിയുള്ള അതായത് കാഴ്ചശക്തി സ്റ്റീരിയോ വിഷൻ ഉണ്ടാകാം. വിരലുകളും മുറുകെ പിടിക്കാൻ അനുവദിക്കുന്ന ശരീരഭാഗങ്ങളും ഉണ്ടാകും. ഇവ മനുഷ്യരെ പോലെ ഭാഷകൾ സംസാരിക്കുന്നവരുമാകാം. എന്നാൽ ലുക്കിൽ മനുഷ്യരെ പോലെ ആകണമെന്നില്ല അത്രേ. ചിലപ്പോൾ നീരാളികളെ പോലെ ആകണമെന്നും കാക്കു പറയുന്നു. മനുഷ്യ ശരീരം പ്രധാനമായും ഹൈഡ്രോ കാർബൺ നിർമ്മിതമാണ്. അന്യഗ്രഹ ജീവികളുടെ ശരീരം ഇങ്ങനെ ആകണമെന്നില്ല. അവർ ശ്വസിക്കുന്നത് ചിലപ്പോൾ ഓക്സിജന് പകരം നൈട്രജൻ ആയിരിക്കും. കുടിക്കുന്നത് വെള്ളത്തിന് പകരം മറ്റെന്തെങ്കിലും ആകാം. അതിനാലൊക്കെ മനുഷ്യരുമായി യാതൊരു സാമ്യവും ഇവർക്കില്ലെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. ഏതായാലും ഇതിനെല്ലാം തെളിയിക്കുന്ന കൃത്യമായ തെളിവുകൾ ഇപ്പോഴും നമ്മുടെ ശാസ്ത്രജ്ഞർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം.